ഇതാണ് അകത്തിച്ചീര. അപ്പം അകത്തിച്ചീര കണ്ട, അകത്തിച്ചീര പൂവാണ് ഈ കാണുന്നത്. കണ്ട, ഇതേപോലെയാണ് പൂവിരിക്കണത്. ഇത് വെള്ള അകത്തിയാണ് കേട്ടാ. അപ്പം അകത്തിച്ചീര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ധാരണയുണ്ട് അത് മരമായിട്ട് വളരണതാണെന്നൊക്കെ. പക്ഷേ ഇത് കണ്ട, ഞാനൊരു ചെറിയ ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. ഇതിലെന്നും തന്നെ ഫ്ലവർ ആയിരിക്കുള്ളൂ കേട്ടോ. കണ്ട, നിറച്ച് ഫ്ലവറാണ്. എല്ലാ കമ്പുമ്മലും നിങ്ങൾ കണ്ടില്ലേ, നിറച്ച് ഫ്ലവറാണ്. പിന്നെ ഇതിൻ്റെ മൊട്ടുകളാണ് ഈ കാണുന്നത്. കണ്ട, മൊട്ടുകളാണ് ഒരു അരിവാളിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ മൊട്ടുകൾ ഇരിക്കണത്. ഇതിൻ്റെ ഇലകൾ കണ്ട, ഒരു പുളിയിലോട് സാദൃശ്യമുള്ള ഇലകളാണ് ഈ അകത്തിച്ചീരയുടേത്. അപ്പം അകത്തിച്ചീര ഇപ്പം മുരിങ്ങയില പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇലയും പൂവും കായും എല്ലാനും ഔഷധ ഗുണമുള്ളതും നമുക്ക് ഭക്ഷ്യയോഗ്യവുമാണ് ഇതെല്ലാനും. അകത്തിച്ചീരയുടെ ഇല നമുക്ക് തോരൻ വെക്കാം, കറി വെക്കാം. അതേപോലെ തന്നെ പൂ നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം. കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്, എല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ഉള്ളവർക്ക് ഈ അകത്തി ഇല കഴിക്കണം നല്ലതാണ്. അപ്പോൾ അകത്തി ഇല എങ്ങനെയാണ് കഴിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഇലകൾ എടുത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണയെ ചാലിച്ചിട്ട് രാവിലെ തന്നെ കഴിച്ചാൽ മതി. തൈറോയിഡൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതൊക്കെയാണ് അകത്തി. ഇതുകൂടാണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അകത്തി. നമ്മുടെ വീട്ടിൽ ഒരു അകത്തിമരം എല്ലാവരും വെച്ച് പിടിപ്പിച്ചേക്കണം. അപ്പം അകത്തി എല്ലാവരും ധാരണ വലിയ മരമായിട്ട് വളരുമെന്നാണ്. പക്ഷേ ഇത് കണ്ട, നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അകത്തി വളർത്താം. നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഇതേപോലെ ടെറസിൽ വളർത്താം. പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താം. നല്ലൊരു അലങ്കാര ചെടിയായിട്ട് തന്നെ വളർത്താൻ. കണ്ട, നല്ല പൂവൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ. അപ്പം ചുവന്ന അകത്തിയുമുണ്ട്, വെള്ള അകത്തിയുമുണ്ട്. ഇതേപോലെ തന്നെ ചുവന്ന പൂവുള്ള അകത്തിയുടെ ഇനവുമുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെള്ള അകത്തിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മരമൊന്നായിട്ട് പോകൂല. നമുക്ക് ചെറിയ ഗ്രോ ബാഗിൽ വരെ നമുക്ക് കൃഷി എപ്പോഴും പൂവുണ്ടാവും കേട്ടോ. നമുക്ക് ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂവുണ്ടാവും, നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ്. അതേസമയം സ്ഥലമുള്ളവർക്ക് ഇത് നമുക്ക് താഴെ മരം പോലെ വളർത്തുകയും ചെയ്യാം. മരമായിട്ടുള്ള അകത്തിയുമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളർത്തണതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പറിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇല പൊട്ടിച്ചെടുക്കാനും പൂ എടുക്കാനൊക്കെ എളുപ്പമാണ്. ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുമല്ല ഇപ്പം കണ്ട, ഇതുമല്ല വിത്തുണ്ടാവും. അപ്പോൾ ആ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കണത്. അപ്പം വിത്ത് പാകി മുളപ്പിക്കാനായിട്ട് ഇതാദ്യം ഒന്ന് പൊങ്ങി വരണവരെ ഭയങ്കര പ്രയാസമാണ് ഇതിൻ്റെ തൈ മുളപ്പിക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ പുഴുവൊക്കെ തിന്നിട്ട് ഭയങ്കര ഒരു പ്രയാസമാണ് ഒരു വിധം വലുതാവണവരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ വേപ്പെണ്ണയും സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ പുഴുക്കളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കാന്താരി മുളക് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വലുതായി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ട, ഇതാണ് ഇതിൻ്റെ കായ എന്ന് പറയണത്. കണ്ട, അകത്തിയുടെ കായാണ് ഉണ്ടായി വന്നത്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് വിത്തുകളായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പാകി മുളപ്പിക്കാൻ എടുക്കുന്നത്. പിന്നെ അകത്തിയുടെ തൈയൊക്കെ ഇന്ന് നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. വിത്തുകളും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും അകത്തിട തൈയോ വിത്തോ മേടിച്ച് നടണം. നമ്മുടെ വീട്ടിൽ ഒരകത്തി എന്തായാലും എല്ലാവരും നട്ട് പിടിപ്പിച്ചിരിക്കണം. ഇന്ന് കൃഷിഭവൻ വഴിയൊക്കെ നമുക്ക് അകത്തി മുരിങ്ങയുടെ തൈകളൊക്കെ തരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് മരമായിട്ട് പോണ കാരണം ആളുകൾക്ക് ഇത് വളർത്താനായിട്ടൊരു മടിയുണ്ട്. പക്ഷേ മരമായിട്ടൊന്നും പോകൂല. അകത്തി ഇതേപോലെ നിങ്ങൾക്ക് ഗ്രോ ബാഗിലൊക്കെ വളർത്താൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും അകത്തിട തൈയോ വിത്തൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.